നമസ്കാരം. ഹാദിയ എന്ന പേര് കേരളം അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. കമ്മ്യൂണിസ്റ്റുകാരനായ അശോകൻ്റെ മകൾ അഖില പഠിക്കുന്ന സമയത്ത് സഹപാഠികളും പിന്നെ കൂടെ താമസിച്ചിരുന്നവരുമായിട്ടുള്ളവരുടെ സഹവാസം കൊണ്ട് അവർ പതുക്കെ ഈ അഖില എന്ന പെൺകുട്ടിയെ മനസ്സ് മാറ്റി ഇസ്ലാമിലേക്ക് അടുപ്പിക്കുന്നു. അങ്ങനെ പൂർണ്ണമായിട്ടും ഇസ്ലാം വിശ്വാസി ആയതിനു ശേഷം അവിടെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ഇസ്ലാം ചെറുപ്പക്കാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു. അങ്ങനെയാണ് കോടതിയെ അവർ തെറ്റിദ്ധരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും നേരത്തെ മുതൽ സ്നേഹമായിരുന്നില്ല. കല്യാണത്തിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് മാത്രമാണ് ഷെവിൻ ജഹാൻ എന്ന ഈ യുവാവിനെ അഖില കാണുന്നത് പോലും. അങ്ങനെ നടത്തിയ ഒരു കല്യാണമാണ്. അവിടെയും വളരെ സേഫായിട്ടുള്ള ഒരു കളിയാണ് ഈ PFIയും SDP നടത്തിയത്. അതായത് പതിറ്റാണ്ടുകളായിട്ട് ഇസ്ലാം കുടുംബത്തിലെ അംഗമായ ഒരാളെ കൊണ്ടല്ല അവർ ഈ അഖിലയെ വിവാഹം കഴിപ്പിച്ചത്. ഈ പറയുന്ന ഷെഹിൻ ജഹാൻ എന്ന വ്യക്തി ഏതാനും നാളുകൾക്ക് മുമ്പ് മാത്രമാണ് ഹിന്ദുമതത്തിലെ ഒരു ദളിത് കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. അയാളെ മതം മാറ്റി ഇസ്ലാമാക്കിയിട്ട് അതിനുശേഷമാണ് അഖിലയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത്. അപ്പോഴേക്കും അഖില ഹാദിയായി മാറി. അത് പിന്നീട് വാർത്തയായി വലിയ കേസും പുക്കാറുമൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും അറിയാം. കപിൽ സിബൽ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കേസുകളെല്ലാം കയറി ഏൽക്കുന്ന ആ പ്രശസ്തനായിട്ടുള്ള ആ കുപ്രസിദ്ധനായിട്ടുള്ള ആ വക്കീൽ തന്നെയാണ് ഇവിടെ ഓടിപ്പാഞ്ഞ് വന്നു. 98 ലക്ഷം എന്തുവാണ് അയാളുടെ ഫീസ് എന്ന് പറയുന്നു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ, അതായത് 24 മണിക്കൂർ കൊണ്ട് തന്നെ 1.5 കോടിക്ക് മുകളിൽ അവർ പിരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അതിലേക്ക് കൊടുത്തിരിക്കുന്നത് ഈ PFI SDP മാത്രമൊന്നും അല്ല. ഇങ്ങനെ രഹസ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് അനുകൂലിക്കുന്ന ആ കൂട്ടത്തിലുള്ള പലരും മെയ് മറന്ന് തന്നെ ആ ഫണ്ടിലേക്ക് സംഭാവന കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവർ വലിയ കോലാഹലത്തോടെ ഈ അഖില എന്ന ഹാദിയ അഥവാ ഈ ഹാദിയ എന്ന അഖിലയെ അവർ അവരുടെ മതത്തിലേക്ക് സ്വന്തമാക്കി. എന്തിനാണ് ഈ കൂട്ടർ ഇങ്ങനെ ആളെണ്ണം കൂട്ടുന്നത് എന്ന് മനസ്സിലായോ? ഏതൊക്കെ തരത്തിലാണെന്ന്. ഒന്ന് പ്രലോഭിപ്പിച്ച് ചെയ്യും, മറ്റൊന്ന് ഭീഷണിപ്പെടുത്തി ചെയ്യും, വേറെ ചിലരെ ഇതേപോലെ സ്നേഹം നടിച്ച് ചെയ്യും. ഇതെല്ലാം മതത്തിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഒടുവിൽ ഈ ഭൂമി മുഴുവൻ, ലോകം മുഴുവൻ ഒരു മതത്തിൻ്റെ കീഴിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇവരിതിങ്ങനെ ചെയ്യുന്നത്. ഇവരുടെ ശ്രമഫലമായിട്ട് ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഇതേപോലെ കിട്ടിയാൽ കുറേ കൂടിയൊക്കെ ശ്രമിച്ചാൽ ചിലപ്പോൾ ആ പെൺകുട്ടിയുടെ കുടുംബം കൂടി മതം മാറിയെന്നിരിക്കും. പക്ഷേ അഖിലയുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായില്ല. അശോകൻ്റെ ഭാര്യയുമൊക്കെ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരും ഹിന്ദുക്കളുമായിട്ട് തന്നെ ജീവിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ പിന്നെ മറ്റൊരു മാർഗ്ഗം എന്താണുള്ളത്? ഇങ്ങനെ മതത്തിലേക്ക് മാറ്റിയെടുത്ത പെൺകുട്ടി വഴി ആ ഒരാളെ മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ പറയുന്ന പോലെ കുട്ടികളുണ്ടാവണം. 1 പോരാ, 2 പോരാ, 3 പോരാ, 4 കൂടുതലെങ്കിലും ഉണ്ടാവണം. പക്ഷേ ഷെഹിൻ ജഹാൻ എന്ന ഈ യുവാവിൻ്റെ കൂടെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഹാദിയ അങ്ങനൊരു സംഗതിയിലേക്ക് പോയേയില്ല. അതായത് ഹാദിയയ്ക്ക് കുട്ടികളില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വിവാഹം എന്തോ കാരണം നമുക്ക് അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. ആദ്യത്തെ വിവാഹം മോചനം നേടുന്നു. അതിനുശേഷം കുറച്ച് നാൾ ഇവരുടെ അനക്കമൊന്നുമില്ല. വീണ്ടും ഈ ആദ്യ വിവാഹം കഴിച്ച ആളേക്കാൾ കുറച്ചുകൂടി പ്രായം കൂടിയ മറ്റൊരാൾ വിവാഹം കഴിച്ചു, സുഖമായിട്ട് താമസിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. അതും കഴിഞ്ഞപ്പോൾ 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ പറയുന്നു അവർ വീണ്ടും വിവാഹമോചനം നേടിയെന്ന്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ അഖില എന്ന ഹാദിയയ്ക്ക് ഇതുവരെ കുട്ടികൾ ഉണ്ടായിട്ടില്ല എന്നാണ്. ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കാം കാരണം അവരെത്ര കഷ്ടപ്പെട്ട് എത്രമാത്രം പണം പിരിച്ച് ഒരുപക്ഷെ ഒരാളെ ഇസ്ലാമിലേക്ക് എടുത്താൽ അവർക്ക് സാധാരണ രീതിയിൽ ചിലവാകുന്നതിൽ എത്രയോ ഇരട്ടി ചിലവാക്കിയാണ് ഈ അഖില എന്നൊരു വ്യക്തിയെ അവർ ഹാദിയാക്കി കൂടെ കൂട്ടിയത്. പക്ഷേ ഉദ്ദേശിച്ച കാര്യം മാത്രം ഇതുവരെ നടന്നില്ല. വർഷം കുറേ ആയേ. അപ്പോൾ ഈ ഹാദിയ ഇങ്ങനെ ഇസ്ലാമായിട്ട് ഇരിക്കുന്നു. ഇപ്പോൾ മാധവിക്കുട്ടിയുടെ കാര്യം പറഞ്ഞു. മാധവിക്കുട്ടി അവർ വലിയ കുട്ടിക്കൊഴിച്ച് മതമൊക്കെ മാറ്റി. പക്ഷേ അതുവഴി മാധവിക്കുട്ടി മതം മാറിയതുകൊണ്ട് മാധവിക്കുട്ടിയുടെ മക്കളോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റാരെങ്കിലും ഒന്നും ഇസ്ലാമായിട്ട് പോയില്ല. മാധവിക്കുട്ടിയുടെ മരണത്തോടെ ആ എണ്ണവും അങ്ങ് കുറഞ്ഞു. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ 2 വിവാഹം കഴിച്ചുവെങ്കിലും അടുത്ത തലമുറ വന്നില്ല. ഇവരുടെ പ്രധാന ഉദ്ദേശം നടന്നില്ല. ഈ പെറ്റുപെരുകി വർദ്ധിപ്പിക്കുക, വംശവർദ്ധന വരുത്തുക എന്നാണല്ലോ പ്രധാനമായിട്ട് കാണുന്ന ഒരു സംഗതി. അതിവിടെ നടന്നില്ല എന്ന് വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവർ നടത്തിയ കുറേ ദിവസത്തെ മാസങ്ങളുടെയൊക്കെ പരിശ്രമമായിട്ട് നടത്തിയ ഒരു വലിയ ഓപ്പറേഷൻ പരാജയപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലായി കാണും. അതായിരിക്കാം ഒരുപക്ഷെ ഇത്രയേറെ ദൈവഭയമുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അള്ളാഹുവിനെ ഇത്രയേറെ ഭയപ്പെട്ട് ബഹുമാനപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി സ്വന്തം മാതാപിതാക്കളെ പോലും തള്ളിക്കളഞ്ഞ് 2-3 ദിവസം മുമ്പ് മാത്രം കണ്ട ഒരു വ്യക്തിയുടെ കൂടെ ഭാര്യയായിട്ട് അയാളെ ഭർത്താവായി സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചു തുടങ്ങിയതാണ് വിശ്വാസത്തിന് വേണ്ടി മാത്രം. ആ വ്യക്തി കുറേ നാൾ കഴിഞ്ഞപ്പോൾ വിവാഹമോചനം നേടുന്നു, അടുത്ത ആളെ വിവാഹം കഴിക്കുന്നു. അതും ഒരു ഇസ്ലാം മതത്തിന് തന്നെയാണ്. ഒരുപക്ഷെ അവർ തന്നെയായിരിക്കാം ഇതെല്ലാം ശരിയാക്കി കൊടുക്കുന്നത്. പക്ഷേ അതും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെന്താണോ ലക്ഷ്യം വെച്ചത് അത് മാത്രം നടക്കുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഒരുപക്ഷെ ഇവർ ഈ ഹാദിയെ കൈവിടാനും അവരുടെ തുടർന്നുള്ള ജീവിതം ഒരുപക്ഷെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടാനും സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാലും അത്ഭുതമൊന്നുമില്ല. കാരണം ഇതിനകത്ത് ഈ ലവ് അഥവാ സ്നേഹം എന്ന് പറഞ്ഞ സംഗതി വളരെ കുറവല്ലേ. കാര്യം ഉദ്ദേശം വേറെയാണല്ലോ. മതത്തിന് ആളെ കൂട്ടുക എന്നതിനപ്പുറം ഈ സ്നേഹമോ കരുതലോ ഒന്നുമല്ലല്ലോ ഇവിടെ നടക്കുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ആദ്യത്തെ ആളുമായിട്ട് ഇപ്പോഴും അവർ സുഖമായിട്ട് ജീവിക്കുമായിരുന്നു. രണ്ടാമത് വിവാഹം കഴിച്ചു, ആ ആളെയും
വിവാഹമോചനം നേടി എന്നൊക്കെയാണ് അറിയുന്നത്. ഇനി എന്താണ് എന്നറിയില്ല. എന്തായാലും അഖില എന്ന ഹാദിയയ്ക്ക് എന്തൊക്കെ സംഭവിച്ചാലും അത് കേരള സമൂഹം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. കാരണം അത്രയേറെ ഇവിടുത്തെ മാധ്യമങ്ങൾ ആ വിഷയം എടുത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. അത്രയേറെ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ അതുപോലെ തന്നെ അച്ചടി മാധ്യമങ്ങൾ ഈ പേര് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനാൽ തീർച്ചയായിട്ടും അവർ വിവാഹം ചെയ്താലും വിവാഹമോചനം നേടിയാലും വീണ്ടും പുനർവിവാഹം ചെയ്താലും ഒക്കെ അത് വാർത്തയാവുകയും ചെയ്യും. ഓരോ കാലത്തും അതിങ്ങനെ ചർച്ച ചെയ്യുകയും ചെയ്യും. എന്തായാലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ PFIയും SDP ഒക്കെ കുറേ കാലമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന അവരുടെ ഒരു വലിയ ഓപ്പറേഷനിൽ അവർക്ക് വലിയ കൈപൊള്ളിയ വൻ നഷ്ടം സംഭവിച്ച ഒരു സംഭവമായിപ്പോയി ഈ അഖിലയെ ഹാദിയാക്കി മാറ്റിയത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവും അവർക്കുണ്ടായില്ല. അവർ നോട്ടപ്പുള്ളികളായി ഒരുപക്ഷെ ഒരു അഖില ഹാദിയായി പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോകുമായിരുന്ന 100 അതിലധികവും പെൺകുട്ടികൾ ഈ ഒരൊറ്റ വിഷയം കൊണ്ട് മാത്രം അവരുടെ മനസ്സ് മാറ്റി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നെന്നുള്ളത് രണ്ടാക്കാനോ രണ്ടെന്നുള്ളത് മൂന്നാക്കാനോ നാലാക്കാനോ പറ്റിയില്ല. ആ ഒന്നിൽ തന്നെ നിൽക്കുന്നു. അത് കഴിയുമ്പം അത് 0 ആവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അതിനുവേണ്ടി ചെലവഴിച്ച സമയം, പണം, അധ്വാനം എല്ലാം സ്വാഹ.